നമസ്കാരം. ജിയോ ഫിനാൻസ് സർവീസ് ലിമിറ്റഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വന്നിട്ടുണ്ട്. Q3 റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റവന്യൂ പ്രോഫിറ്റിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമുക്ക് കോടിയിലാണ് എല്ലാ ഡേറ്റയും ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ഈ ഒരു ക്വാർട്ടറിൽ 900 കോടിയായിരുന്നു. ഇതിന് മുമ്പത്തെ ക്വാർട്ടറിൽ എത്രയായിരുന്നു? 981 കോടിയായിരുന്നു. കഴിഞ്ഞ ഇയർ 2024 ഡിസംബർ മാസത്തെ ക്വാർട്ടറിൽ എത്രയായിരുന്നു? 438 കോടിയാണ്. അപ്പോൾ ടോട്ടൽ റവന്യൂവിൽ നല്ലൊരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇയർ ഓൺ ഇയർ നല്ലൊരു ഗ്രോത്ത്, അതുപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ചെറിയൊരു കുറവും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം കൃത്യമായിട്ട് നമുക്ക് ഇയർ ഓൺ ഇയറും കൂടി അതുപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടറും കൂടി 504 കോടി രൂപയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇവിടെ വന്നത് ഈ ഒരു ക്വാർട്ടറിൽ, കഴിഞ്ഞ ക്വാർട്ടറിൽ ഇത്രയും റവന്യൂ വരാനുള്ള കാരണം എന്താണ്? ഇവിടെ നമുക്ക് ഡിവിഡൻഡ് ഇൻകമായിട്ട് 268 കോടി രൂപ കമ്പനിക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ അത് ആൾട്ടർനേറ്റർ ക്വാർട്ടറിലാണ് ഈ ഒരു ഡിവിഡൻഡ് ഇൻകം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും ഈ ഒരു ക്വാർട്ടറിൽ റവന്യൂ കുറഞ്ഞു പോകാൻ കാരണം. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് ടോട്ടലായിട്ടുള്ള എക്സ്പെൻസ് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എക്സ്പെൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്വാർട്ടറിൽ 565 കോടി രൂപയായിരുന്നു 900 കോടിക്കകത്തുനിന്ന് അവർക്ക് എക്സ്പെൻസ് ആയിട്ട് വന്നത്. ഇവിടെ 436 കോടി രൂപയായിരുന്നു കഴിഞ്ഞ ഇയർ ക്വാർട്ടറിൽ 130 കോടി ഉള്ളായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ എക്സ്പെൻസ് ഇവിടെ കൂടിയിട്ടുണ്ട്. അതൊരു നെഗറ്റീവ് സൈൻ ആയിട്ട് നമുക്ക് ഈ ഒരു കമ്പനിയുടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നോക്കുക, ഇവിടെ ഇയർ ഓൺ ഇയർ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിലും 130 കോടി രൂപയുടെ എക്സ്പെൻസ് പിന്നെയും കൂടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ നമ്മൾ താഴോട്ടുള്ള ഡേറ്റ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് വരുന്ന പ്രോഫിറ്റ് അത് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഈ ഒരു ക്വാർട്ടറിൽ നമുക്ക് 2025 ഡിസംബർ ക്വാർട്ടറിൽ കമ്പനി 268 കോടി രൂപ പ്രോഫിറ്റിലായിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറിലോ 695 കോടി രൂപ പ്രോഫിറ്റായിരുന്നു. നല്ലൊരു ഡിഫറൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ക്വാർട്ടറിൽ കഴിഞ്ഞ ക്വാർട്ടറിനെ വെച്ച് നോക്കുമ്പം ഒരുപാട് റവന്യൂ കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നു. പകുതിയിൽ താഴെ പോയി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇയർ ഓൺ ഇയർ നോക്കുവാണെങ്കിലും അവിടെയും നമുക്കൊരു കുറവ് കാണാൻ സാധിക്കുന്നു. ഒരു 89% കുറവ് ഇയർ ഓൺ ഇയറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്ക് പ്രോഫിറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഈ ഇത്രയും ഡിഫറൻസ് വരാൻ കാരണം എന്താണ്? കഴിഞ്ഞ ക്വാർട്ടറും ഈ ഒരു ക്വാർട്ടറും തമ്മിലുള്ള ഇത്രയും ഡിഫറൻസ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ അതൊരു ആൾട്ടർനേറ്റീവ് ക്വാർട്ടർ ആയിരുന്നു. അവിടെ ജോയിൻറ്റ് വെഞ്ചറിലൂടെ ഒരു 217 കോടി രൂപ ഈ ഒരു കമ്പനിക്ക് ലഭിച്ചിരുന്നു. അത് ആൾട്ടർനേറ്റ് ക്വാർട്ടറിലാണ് ജോയിൻറ്റ് വെഞ്ചറിലൂടെയും ഡിവിഡൻഡിലൂടെയും ഇങ്ങനെയുള്ള കമ്പനികൾക്ക് ലഭിക്കുന്നത്. അപ്പം ഓവറോൾ നമ്മൾ പറയുവാണെങ്കിൽ റവന്യൂവിൽ നല്ല രീതിയിലൊരു ഗ്രോത്ത് ഉണ്ടെങ്കിലും നമുക്ക് പ്രോഫിറ്റിൽ എക്സ്പെൻസ് കൂടിയതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ഈ ഒരു ക്വാർട്ടറിൽ അധികം കൈവരിക്കാൻ ഈ ഒരു കമ്പനിക്ക് സാധിച്ചിട്ടില്ല. ഓവറോൾ ഒരു മിക്സ് കണക്കാണ്. എങ്കിലും ഒരു കുറവ് പ്രോഫിറ്റിൽ നമുക്ക് ഈ ഒരു കമ്പനിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു അനാലിസിസ് ആണ്. നിങ്ങൾ നിങ്ങളുടേതായ ഡിസിഷൻ എടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുക, അല്ലെങ്കിൽ ഹോൾഡിംഗ് ഡിസിഷൻസ് എടുക്കുക. ഇപ്പോൾ ഏണിങ്സ് പെർ ഷെയർ നോക്കുകയാണെങ്കിൽ ഇവിടെ 0.42 ആയിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ എത്രയായിരുന്നു? 1.10 ആയിരുന്നു. കഴിഞ്ഞ ഇയർ ഓൺ ഇയർ 0.46 ആണ്. നമുക്ക് ഇവിടെ ഏകദേശം പകുതിയിൽ താഴെ ഏണിങ്സ് പെർ ഷെയർ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കുറവുമുണ്ട്. അപ്പോൾ ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് ഈ ഒരു ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.